ഗാസ സിറ്റി സമ്പൂർണ്ണമായി വളഞ്ഞ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. ഗാസ സിറ്റിയുടെ മുഴുവൻ ഭൂപ്രദേശങ്ങളെയും ഇസ്രായേൽ കടന്നാക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവസാനവട്ട അവസരം ഗാസയിൽ അവശേഷിക്കുന്ന പാലസ്തീനികൾക്ക് നൽകുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. മരണത്തിന് മുമ്പുള്ള അവസാന അവസരം. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ എത്രയും വേഗം സുരക്ഷിത മേഖലയിലേക്ക് പോകൂ. ഗാസ സിറ്റി ഞങ്ങൾ പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നു. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗാസ സിറ്റിയെ ഞങ്ങൾ ഭസ്മമാക്കും, കത്തിച്ച് ചാരമാക്കും. ഇതാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിന് നൽകിയ സമയം ഏറെക്കുറെ അവസാനിക്കുകയാണ്. 2 ദിവസം മുൻപാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചത്. അമേരിക്ക നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ അംഗീകരിച്ചു. എന്നാൽ ഇപ്പോഴും ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല. ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇനി 24 മണിക്കൂറിനുള്ളിൽ തീർക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്നത്. തൻ്റെ സേനയ്ക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി മാനുഷിക പരിഗണനകളൊന്നും വേണ്ട. ഇനി ഹമാസ് എന്ന ഭീകര സംഘത്തിന്റെ അന്ത്യം മാത്രം കണ്ടാൽ മതി. ഇനി ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ഹമാസിനോട് വേണ്ട എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തൊരു അഹന്തയാണ് ഈ ഇസ്ലാമിക ഭീകരർക്ക്. ഇസ്രായേൽ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്ന് ഇത്രയും കാലം ഹമാസിനൊപ്പം നിന്ന ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പോലും പറയുകയാണ്. ഹമാസിന് മേൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഖത്തർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കൂടി അപകടത്തിലേക്ക് വിളിച്ചു വരുത്തരുത്. നിങ്ങളുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നത് ദോഹയിലാണ്. ഇനിയും ഹമാസ് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ദോഹയിലെ ഹമാസിന്റെ നേതാക്കളെ ആയിരിക്കും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുക. അതുകൊണ്ട് ഖത്തറിനായിരിക്കും അപകടം. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുക. തുർക്കി എല്ലാ കാലത്തും ഹമാസിനൊപ്പം നിന്ന ഒരു രാജ്യമാണ്. തുർക്കി പോലും ഹമാസിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഈജിപ്തിന്റെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഹമാസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, വെടിനിർത്തൽ കരാർ അംഗീകരിക്കൂ. പക്ഷെ ഒരു കുഴപ്പം എന്നുള്ളത്, ഈ വെടിനിർത്തൽ കരാറിലെ 2-3 നിബന്ധനകളാണ് ഹമാസിനെ കുഴയ്ക്കുന്നത്. ആ നിബന്ധനകൾ മറ്റൊന്നുമല്ല. ഒന്ന്, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം. മുഴുവൻ ബന്ദികളും തങ്ങളുടെ പക്കൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് ഹമാസിന് കൃത്യമായി അറിയാം. പിന്നീട് അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ ഈ മുഴുവൻ ഹമാസ് ഭീകരന്മാരെയും ഇസ്രായേൽ വകവരുത്തും. അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും തകർക്കും. ഒന്നും വേണ്ട, ഗാസ എന്ന ഭൂമിയെ തന്നെ മരുഭൂമിക്ക് സമാനമാക്കും. വെറും പ്രേതാലയമാക്കി മാറ്റും ഈ ഗാസയെ. അത് കൃത്യമായി അറിയാവുന്നതാണ് ഹമാസിന്. ഇതുകൂടാതെ രണ്ടാമത്തെ നിർദ്ദേശം എന്നുള്ളത്, മുഴുവൻ ആയുധങ്ങളും വെച്ച് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങണം. 3, ഇനിയുള്ള ഭരണം അത് ഒരു അതോറിറ്റി ആയിരിക്കും നടത്തുക. അതിൽ ഇസ്രായേലിന് കൃത്യമായ ഹോൾഡ് ഉണ്ടാവും, കൃത്യമായ നിരീക്ഷണത്തിനുള്ള സംവിധാനം ഉണ്ടാകും. ഈ 3 കാര്യങ്ങളും അംഗീകരിച്ചാൽ ഹമാസ് എന്ന ഭീകര സംഘടന തീർന്നു. അപ്പോൾ ഒന്നുകിൽ ഇസ്രായേലി സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ സ്വയം ആത്മഹത്യാപരമായ തീരുമാനമെടുത്ത് കീഴടങ്ങണം. ഇത് ഏത് വേണമെന്നുള്ളതാണ് ഹമാസിന് മുന്നിലുള്ള ഒരു ചോയ്സ്. പക്ഷേ ഇത് രണ്ടും ഹമാസ് അംഗീകരിക്കുന്നില്ല. കാരണം വെടികൊണ്ട് മരിക്കാനായിരുന്നുവെങ്കിൽ ഇത്രയും കാലം കാത്തിരിക്കേണ്ടതില്ലായിരുന്നു. നേരത്തെ തന്നെ ആക്രമണം നടത്തി സ്വയം വെടിയേറ്റ് വാങ്ങി കൊല്ലപ്പെടാമായിരുന്നു. കീഴടങ്ങാനാണെങ്കിൽ ഇത്രയും കാലം കൂടെയുള്ളവരെ കൊലയ്ക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇതിനു മുൻപ് തന്നെ കീഴടങ്ങാമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഹമാസിന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ത്രിശങ്കു സ്വർഗത്തിലായിരിക്കുന്നത് ദോഹയിലുള്ള ഹമാസിന്റെ നേതൃത്വമാണ്. ദോഹയിലുള്ള ഹമാസ് നേതൃത്വത്തിനെ കൃത്യമായി തന്നെ വളഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ മൊസാദ്. ദോഹയിൽ ഉള്ള ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരൊക്കെ തന്നെ മൊസാദിന്റെ ചാരവലയത്തിനുള്ളിലാണ്, ചാരക്കണ്ണിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രപ്പോസൽ, ഈ ഒരു നിർദ്ദേശം ഹമാസ് അംഗീകരിക്കാത്തടത്തോളം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചാരസംഘടന ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരെ കൃത്യമായി ലക്ഷ്യമിടും. കൂടാതെ ഗാസയിൽ അതിഭീകരമായ ആക്രമണം, അവസാനവട്ട യുദ്ധം. അതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് അവസാന അവസരം ഞങ്ങൾ തരുന്നു. ഗാസയിലെ പാലസ്തീനികൾക്ക്, സിവിലിയൻസിന് നിങ്ങൾ ഗാസ വിട്ടു പോവുക. ഇല്ലെങ്കിൽ ഈ കൊല്ലപ്പെടുന്നതിനൊപ്പം നിങ്ങളും കൊല്ലപ്പെടും. നിങ്ങളെയും ഞങ്ങൾ ഹമാസിന്റെ ഭീകരന്മാർക്ക് സമാനമായി കാണും. പിന്നീട് ഒരു ദയാദാക്ഷിണ്യവും നിങ്ങൾക്കുണ്ടാകില്ല എന്ന് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി പറയുന്നു. എന്തായാലും ഗാസയിൽ ഇസ്രായേൽ കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു
ഹമാസ്. ഇസ്രായേൽ വിരിച്ച വലയിൽ വീണിരിക്കുന്നു ഹമാസിനെ വെടിനിർത്തൽ കരാർ എന്ന ചതിക്കുഴി ഒരുക്കി അതിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത്. അതിന് ഇസ്രായേലിനെ സഹായിച്ചത് ട്രംപാണ്. ട്രംപിന്റെയും ഇസ്രായേലിന്റെയും തന്ത്രത്തിൽ വീണ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഇപ്പോൾ തിരികെ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. എന്തായാലും രണ്ട് പോംവഴികൾ മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഒന്ന്, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഇസ്രായേലിന് മുന്നിൽ സമസ്താപരാധങ്ങളും പറഞ്ഞ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണം. ഇതിലേത് വേണമെന്നുള്ളതാണ് ഇനി അവർക്ക് മുന്നിലുള്ള പോംവഴികൾ. പക്ഷെ അധിക സമയമില്ല. എന്തായാലും മരണം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിന് നൽകിയ സമയം ഏറെക്കുറെ അവസാനിക്കുകയാണ്. 2 ദിവസം മുൻപാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചത്. അമേരിക്ക നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ അംഗീകരിച്ചു. എന്നാൽ ഇപ്പോഴും ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല. ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇനി 24 മണിക്കൂറിനുള്ളിൽ തീർക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്നത്. തന്റെ സേനയ്ക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി മാനുഷിക പരിഗണനകളൊന്നും വേണ്ട. ഇനി ഹമാസ് എന്ന ഭീകര സംഘത്തിന്റെ അന്ത്യം മാത്രം കണ്ടാൽ മതി. ഇനി ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ഹമാസിനോട് വേണ്ട എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തൊരു അഹന്തയാണ് ഈ ഇസ്ലാമിക ഭീകരർക്ക്! ഇസ്രായേൽ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്ന് ഇത്രയും കാലം ഹമാസിനൊപ്പം നിന്ന ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പോലും പറയുകയാണ്. ഹമാസിന് മേൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഖത്തർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കൂടി അപകടത്തിലേക്ക് വിളിച്ചു വരുത്തരുത്. നിങ്ങളുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നത് ദോഹയിലാണ്. ഇനിയും ഹമാസ് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ദോഹയിലെ ഹമാസിന്റെ നേതാക്കളെ ആയിരിക്കും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുക. അതുകൊണ്ട് ഖത്തറിനായിരിക്കും അപകടം. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുക. തുർക്കി എല്ലാ കാലത്തും ഹമാസിനൊപ്പം നിന്ന ഒരു രാജ്യമാണ്. തുർക്കി പോലും ഹമാസിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഈജിപ്തിന്റെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഹമാസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, വെടിനിർത്തൽ കരാർ അംഗീകരിക്കൂ. പക്ഷെ ഒരു കുഴപ്പം എന്നുള്ളത്, ഈ വെടിനിർത്തൽ കരാറിലെ 2-3 നിബന്ധനകളാണ് ഹമാസിനെ കുഴയ്ക്കുന്നത്. ആ നിബന്ധനകൾ മറ്റൊന്നുമല്ല. ഒന്ന്, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം. മുഴുവൻ ബന്ദികളും തങ്ങളുടെ പക്കൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് ഹമാസിന് കൃത്യമായി അറിയാം. പിന്നീട് അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ ഈ മുഴുവൻ ഹമാസ് ഭീകരന്മാരെയും ഇസ്രായേൽ വകവരുത്തും. അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും തകർക്കും. ഒന്നും വേണ്ട, ഗാസ എന്ന ഭൂമിയെ തന്നെ മരുഭൂമിക്ക് സമാനമാക്കും. വെറും പ്രേതാലയമാക്കി മാറ്റും ഈ ഗാസയെ. അത് കൃത്യമായി അറിയാവുന്നതാണ് ഹമാസിന്.